നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഡേറ്റാസ് ഉണ്ട്. അതിപ്പോൾ ഫോട്ടോ ആകാം, വീഡിയോ ആകാം, ഡോക്യുമെന്റ്സ് ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഫയലുകളാകാം. ഇതൊക്കെ നമ്മൾ പല ഇടങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായി. ചിലപ്പോൾ മെമ്മറി കാർഡിലാകാം, പെൻഡ്രൈവിലാകാം, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലൗഡ് സ്റ്റോറേജിലാകും. എവിടെയായാലും നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് ഇത് എടുക്കാനും കാണാനും ഉപയോഗിക്കാനും സാധിക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫയലുകൾ പല കാരണങ്ങൾ കൊണ്ട് കറപ്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കറപ്റ്റഡ് ആയി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു ഫോട്ടോ ആയാലും വീഡിയോ ആയാലും മറ്റേത് ഫയലായാലും ഓപ്പൺ ആകുമ്പോൾ അതിനുള്ളിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഈ രീതിയിൽ കറപ്റ്റ് ആയി ഡാമേജ് ആയിട്ട് പോകുന്ന ഫയലുകൾ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ കാര്യം ചെയ്തെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കറപ്റ്റ് ആയി പോയിട്ടുള്ള ഫയലുകൾ എങ്ങനെ റിക്കവർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ റിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന വണ്ടർഷെയറിന്റെ Repairiet V5 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി എന്റെ കമ്പ്യൂട്ടറിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എത്താനായിട്ട് സാധിക്കും. ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ട്രൈ ഇറ്റ് ഫ്രീയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ഈ ഒരു സോഫ്റ്റ്വെയർ എന്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോളുക. ഇനി നിങ്ങൾക്ക് ഇതിന്റെ പ്രോ വേർഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ബൈ നൗയിലൂടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോ വേർഷൻ പർച്ചേസ് ചെയ്യാനും ഇതിന്റെ പ്രൈസിംഗ് ഒക്കെ ഇവിടെ നിന്ന് നോക്കാനും സാധിക്കും. ഇനി ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസും വീഡിയോസും മാത്രമല്ല നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത്, ഓഡിയോ ഫയലുകൾ, ഇമെയിൽസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കറപ്റ്റഡ് ആയിട്ടുള്ള ഔട്ട്ലുക്ക്, PSG, OSC ഫയലുകളൊക്കെ റിപ്പയർ ചെയ്യാനും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ പറ്റും. ഇപ്പൊ നമുക്കറിയാം AI ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഓൾഡ് ഫോട്ടോസ് നമുക്ക് വളരെ ഈസി ആയിട്ട് റീസ്റ്റോർ ചെയ്യാനും ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ സാധിക്കും. അത് ഡെസ്ക്ടോപ്പിലും സാധിക്കും, അതേപോലെ തന്നെ ഓൺലൈനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പറ്റുന്നുണ്ട്. അതായത് സ്ക്രാച്ചസ് ഉള്ള ഓൾഡ് ഫോട്ടോസ്, കളർ വളരെ ഡൾ ആയിട്ടുള്ള ഫോട്ടോസ്, ബ്ലറി ആയിട്ടുള്ള ഫോട്ടോസ്, ഇങ്ങനെയുള്ള ഫോട്ടോസ് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ വീഡിയോ റെസൊല്യൂഷൻ ഒപ്റ്റിമൈസ് ചെയ്യാനും സിപ്പ് ഫയലുകൾ റിപ്പയർ ചെയ്യാനും ഒക്കെയുള്ള ഫീച്ചേഴ്സ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഉള്ളിലുണ്ട്. എന്നാലും ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വീഡിയോ റിപ്പയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് കറപ്റ്റഡ് വീഡിയോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ സാധിക്കും. ആഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കറപ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് അത് റിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മോർ ടൈപ്സ് റിപ്പയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോട്ടോ റിപ്പയർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഫയൽ റിപ്പയർ, ഓഡിയോ റിപ്പയർ, അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാം. ഓഡിയോസ് ഒക്കെ റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് താഴെയായിട്ട് എൻഹാൻസർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഓൾഡ് ഫോട്ടോ റീസ്റ്റോറേഷൻ ആൻഡ് കളറൈസ്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓൾഡ് ഫോട്ടോസ് കളറൈസ് ചെയ്യാനും റീസ്റ്റോർ ചെയ്തെടുക്കാനും സാധിക്കും. പിന്നെ ഇവിടെ ഹിസ്റ്ററി ഫയൽസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഫയലുകൾ എന്തൊക്കെയാണോ അതിവിടെ ഹിസ്റ്ററിയിൽ കാണാനും സാധിക്കും. ഓൾ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹിസ്റ്ററിയിലുള്ള എല്ലാ ഫയലുകളും ഡിലീറ്റ് ആകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോ റിപ്പയർ എന്ന് പറയുന്ന ഫീച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെ ഒരു വീഡിയോ വളരെ ഈസി ആയിട്ട് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുമെന്നും നോക്കാം. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു വീഡിയോ ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഫയൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ ഈ ഒരു വീഡിയോ പ്ലേ ആകുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോ ഫയലിൻ്റെ പ്രശ്നം. ഇത് കറപ്റ്റഡ് ആണ്. ഇതിൽ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരെ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുന്നു. വീഡിയോ റിപ്പയർ സെക്ഷനിലേക്ക് വന്നിട്ട് ഈ ഒരു ഫയൽ ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ റിപ്പയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വീഡിയോ റിപ്പയറിംഗ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ആ കറപ്റ്റ് ആയിട്ടുള്ള ഫയൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു തമ്പനയിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, ഈ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിവിടെ പ്ലേ ആകുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സേവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഫോൾഡറിലേക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഫയൽ സേവ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഫോട്ടോ റിപ്പയർ എന്ന് പറയുന്ന ഈ സെക്ഷനിൽ വരാം. ഫോട്ടോ റിപ്പയറിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ഈ ഒരു ഫോട്ടോ റിപ്പയറിലേക്ക് ഇടുകയാണ്. അതിനുശേഷം ഇവിടെ അഡ്വാൻസ്ഡ് റിപ്പയർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തു. അതായത് അഡ്വാൻസ്ഡ് റിപ്പയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് കാണിച്ചിട്ട്, അതായത് നമ്മൾ നോർമൽ ഫോട്ടോ റിപ്പയർ അല്ലെങ്കിൽ വീഡിയോ റിപ്പയറിംഗിൽ നമുക്ക് ആ ഫയൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് റിപ്പയർ കൊടുക്കുക. അതിനുശേഷം റിപ്പയറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്ന ആ ഒരു ഫോട്ടോ ഏത് രീതിയിലാണ് റിപ്പയർ ചെയ്തെടുക്കേണ്ടത്. അതിനൊരു സാമ്പിൾ ഫോട്ടോ കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു സാമ്പിൾ ഫോട്ടോ ഇവിടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു സാമ്പിൾ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റിപ്പയറിൽ ക്ലിക്ക് ചെയ്യാം. റിപ്പയറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയാണ് ഈ ഒരു ഫോട്ടോ ഏത് രീതിയിലാണ്
വന്നിരിക്കുന്നത് നോക്കുക. ഈ ഫോട്ടോ ഇവിടെ റിപ്പയർ ആയിട്ടുണ്ട്. അതായത് ഈ ഒരു ഫോട്ടോയിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിത് ഓപ്പൺ ആക്കുന്ന സമയത്ത് മൊത്തത്തിൽ ഓപ്പൺ ആയി വരത്തില്ല, പകുതി മാത്രമേ ഈ ഫോട്ടോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കത്തുള്ളായിരുന്നു. പക്ഷേ നമ്മളിത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൊത്തമായിട്ട് ഇത് ഓപ്പൺ ആക്കാനായിട്ട് പറ്റുന്നുണ്ട്. അടുത്തായിട്ട് ഇവിടെ നമുക്ക് ഇമെയിൽ റിപ്പയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, റിപ്പയർ ഔട്ട്ലുക്ക് ഫയൽസ്. അതായത് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഔട്ട്ലുക്ക് ഫയൽസ് റിപ്പയർ ചെയ്യാൻ സാധിക്കും. PST ഫയൽ, OST ഫയലൊക്കെ വളരെ ഈസി ആയിട്ട് ഇവിടെ റിപ്പയർ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഇവിടെ ട്രൈഡ് ഫ്രീയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ കാര്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഫയലുകൾ, അതായത് PST ഫയലുകൾ, OST ഫയലുകൾ വല്ലതും റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ആ കാര്യം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധിക്കുന്നതാണ്. ഒരു കാര്യം പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ ബൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യേണ്ട ഫയലുകൾ ഇതിന്റെ ഫ്രീ വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് റിപ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം എല്ലാ ഫയലുകളും ഒരേ രീതിയിൽ റിപ്പയർ ചെയ്തെടുക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരത്തില്ല. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഫയൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ ആദ്യമേ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ഈ രീതിയിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് ചോദിക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ റിപ്പയർ ചെയ്ത ഫയലുകൾ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് ഇവിടെ ഒന്ന് പ്ലേ ചെയ്ത് വരെ നമുക്ക് ഫ്രീ ആയിട്ട് നോക്കാനായിട്ട് പറ്റും. സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഫയൽ റിപ്പയർ ആകുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം സേവ് ചെയ്യാനായിട്ട് പോവുക. സേവ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് ഇവിടെ പേയ്മെന്റ് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിലുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള ഏത് ഫയലും റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക, ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റുകളായിട്ട് അറിയിക്കാം. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നമ്മുടെ ചാനൽ ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.